friends, welcome back to my channel Parvus Paradise ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോസിനും റെസ്പോൺസ് നല്ലതായിരുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഹെയർ കെയറിൽ യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം അലോവേര ജെൽ അല്ലേ, കറ്റാർ വാഴയുടെ ജെല്ല്. അപ്പോൾ കറ്റാർ വാഴ എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് തരുന്നതാണ്. മുടിക്ക് മാത്രമല്ല സ്കിന്നിനും ഒക്കെ നല്ല ബെനിഫിറ്റ് തരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിനെന്തെങ്കിലും ഡ്രോബാക്സ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് എല്ലാവരുടെയും ഒരു സംശയമാണ് അല്ലേ. ഡ്രോബാക്സ് ഒന്നും ഇല്ല എന്ന് വിശ്വസിച്ചിട്ടാണ് ചെയ്യുന്നത് എല്ലാവരും. അപ്പോൾ എന്തെങ്കിലും ഡ്രോബാക്ക് ഉണ്ടോ, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അപ്പോൾ അലോവേര ജെല്ലിനെ പറ്റിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ബെനിഫിറ്റ്സ് നോക്കാം അല്ലേ, എന്നിട്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നൊക്കെ നോക്കാം. നമുക്കറിയാം അലോവേര ജെൽ എന്ന് പറയുന്നത് മുടിയെ നന്നായിട്ട് സ്ട്രെങ്തൻ വെക്കാൻ, അതായത് നല്ല സ്ട്രോങ് ആക്കി മാറ്റാൻ സഹായിക്കുന്നതാണ്. കൂടാതെ നമ്മുടെ സ്കാൽപ്പ്, തലയോട്ടി നല്ല എന്താണ് പറയുക ഹെൽത്തി ആയിട്ടിരിക്കാനും സഹായിക്കുന്ന ഒരു സംഭവമാണ് അലോവേര ജെൽ എന്ന് പറയുന്നത്. ജെല്ല് മാത്രമല്ല, അലോവേര അരച്ച് തേക്കുന്നവരുണ്ട്. എല്ലാ രീതിയിലും അലോവേര കറ്റാർ വാഴ എന്ന് പറയുന്നത് മുടിയെ നല്ല സ്ട്രോങ് ആക്കാനും നല്ല സ്കാൽപ്പ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും സഹായിക്കുന്ന ഒരു സംഭവമാണ്. ഞാനിപ്പോൾ പറഞ്ഞു, ഒരുപാട് ഫോം പറഞ്ഞു, ഒന്ന് അരച്ച് തേക്കുന്നുണ്ട്, ജെല്ല് തേക്കുന്നുണ്ട്. ഇതിൽ ബെസ്റ്റ് ഫോം എന്ന് പറയുന്നത് ആ റോ ജെല്ലെടുക്കുക, നമ്മുടെ ആ ചെടിയിൽ നിന്ന് എടുക്കുന്ന ഉള്ളിൽ നിന്ന് പൾപ്പ് എടുക്കില്ലേ, ഒരു ജെല്ലെടുക്കില്ലേ, അതാണ് ഏറ്റവും ബെസ്റ്റ് ഫോം നമുക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഏതെങ്കിലും ഡ്രൈ ആയിട്ട് ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നല്ല ഇമ്പ്രൂവ് ആക്കി കണ്ടീഷൻ ചെയ്തെടുക്കാൻ വേണ്ടി അലോവേര സഹായിക്കുന്നതാണ്. കൂടാതെ അലോവേര ജെല്ല് കൊണ്ട് നമ്മൾ സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉള്ള മെയിൻ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാൻഡ്രഫ് പ്രശ്നമുള്ളവർക്കൊക്കെ ഡാൻഡ്രഫ് കളയും. പിന്നെ ഇച്ചി സ്കാൽപ്പ് ഉള്ളവർക്ക് നന്നായി ചൊറിച്ചിലൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ളവർക്കൊക്കെ അതൊക്കെ കാം ചെയ്ത് നല്ല അടിപൊളിയാക്കി കണ്ടീഷൻ ചെയ്തെടുക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് അലോവേര ജെല്ല്. പിന്നെ പറയാനുള്ളത്, എന്തെങ്കിലും എക്സസ് ആയിട്ടുള്ള സെബം പ്രൊട്ടക്ഷൻ, അതായത് ഓയിലി സ്കാൽപ്പൊക്കെ ഉള്ളവരുണ്ട് അല്ലേ, അപ്പോൾ എക്സസ് ആയിട്ട് സെബം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് അലോവേര ജെൽ എന്ന് പറയുന്നത്. എക്സസ് ആയിട്ടുള്ള സെബം മാത്രമല്ല, ഇപ്പം എന്തെങ്കിലും ഹെയർ പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെസിഡ്യൂസ് എന്തെങ്കിലും സ്കാൽപ്പിലുണ്ടെങ്കിൽ അതും കൂടി കളഞ്ഞ് നല്ല ഡീപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അലോവേര സഹായിക്കും. കൂടാതെ ഹെയർ സ്ട്രാൻഡ്സിന് റിപ്പയർ ചെയ്ത് നല്ല സ്ട്രോങ് ആക്കി മാറ്റാനായിട്ട് അലോവേര ജെല്ല് സഹായിക്കുന്നതാണ്. നമുക്കറിയാം അലോവേര ജെല്ലിൽ വിറ്റാമിൻ എ ഉണ്ട്, സി ഉണ്ട്, ഇ ഉണ്ട്, വിറ്റാമിൻ B12 ഉണ്ട്, ഫോളിക് ആസിഡ് ഉണ്ട്, ഒരുപാട് ന്യൂട്രിയൻസ് ഈ ഒരു അലോവേര ജെല്ലിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് സ്കിന്നിനാണെങ്കിലും ഫേസിനാണെന്നുണ്ടെങ്കിലും സ്കാൽപ്പിനാണെന്നുണ്ടെങ്കിലും ഹെയറിനാണെന്നുണ്ടെങ്കിലും എല്ലാ രീതിയിലും നമുക്ക് അലോവേര ജെല്ല് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ എ, സി, ഇ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള സെൽ ഫോം ചെയ്യാൻ, പുതിയതായിട്ട് സെൽ ഫോം ചെയ്യുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള സെൽ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ്, സഹായിക്കുന്ന വിറ്റാമിൻസ് ആണ്. പിന്നെ വിറ്റാമിൻ B12 ആൻഡ് ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന കണ്ടൻസ് ആണ്. ഓക്കെ, അലോവേര ജെൽ എന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ സ്ട്രെങ്ത്തിനും ഹെൽത്തിനും ഒക്കെ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത്രയും മാത്രമല്ല, മുടി വളരാൻ വേണ്ടി ഒരുപാട് സഹായിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്. കറ്റാർ വാഴയുടെ ഒരു മെയിൻ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഏതെങ്കിലും അതായത് അപ്ലൈ ചെയ്തിട്ടുള്ള ഏരിയാസിലേക്ക് ബ്ലഡ് ഫ്ലോ കൂട്ടാൻ, ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനുള്ള ഒരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു എബിലിറ്റി കറ്റാർ വാഴയ്ക്കുണ്ട്. സോ നമ്മൾ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കാൽപ്പിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ, ബ്ലഡ് ഫ്ലോ കൂടുകയും അങ്ങനെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നോർമലി നമ്മൾ അലോവേര ജെല്ല് യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുന്നു, കണ്ടീഷൻ ചെയ്യുന്നു എങ്കിൽ ശരിക്കും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ ബ്രേക്കേജ് കുറയ്ക്കും. പിന്നെ എന്തെങ്കിലും ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ, ഹെയർ ലോസ് ഉണ്ടെങ്കിൽ അതിനെ സ്ലോ ഡൗൺ ചെയ്യും. അതായത് അപ്പാടെ നിർത്തുകയല്ല ചെയ്യുന്നത്, അതിനെ സ്ലോ ഡൗൺ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഒരുപാട് പേര് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ്, എന്തെങ്കിലും റിസ്ക് ഉണ്ടോ, എന്തെങ്കിലും വാർണിങ്സ് ഉണ്ടോ ഈ ഒരു അലോവേര ജെല്ല് യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്നുള്ളതാണ്. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ദോഷഫലങ്ങൾ ഇല്ല എന്നത് തന്നെയാണ് അലോവേര ജെല്ലിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഒരുപാട് പേർക്ക് പലതും പറ്റില്ല അല്ലേ. അപ്പോൾ അലോവേര ജെല്ലിൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ദോഷഫലങ്ങൾ ചെയ്യാത്തൊരു സംഭവമാണ്. പക്ഷേ ചിലർക്ക് അലർജിക് ആവുന്ന കണ്ടീഷൻസ് ഉണ്ട്. ചിലർക്ക് മാത്രം, അതായത് 1% ആൾക്കാർക്ക് മാത്രം അലോവേര ജെല്ല് അലർജിക് ആവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാച്ച് ടെസ്റ്റ് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പലർക്കും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലോവേര ജെല്ല് നിങ്ങൾ റിസ്റ്റിന് ഇൻസൈഡ്, അതായത് അകത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക, അതായത് റബ്ബ് ചെയ്ത് കൊടുക്കുക അലോവേര ജെല്ല്. എന്നിട്ടൊരു 2 hours വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തിട്ട് അവിടെ എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല, നിങ്ങൾക്ക് ഇറിറ്റേഷൻസ് ഒന്നും ഇല്ല, ഇച്ചിങ് ഇല്ല
എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾ അലോ സെൻസിറ്റിവിറ്റി ഉള്ള ആളല്ല എന്നാണ് അത് പറയുന്നത്. ഓക്കെ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, അലോവേര നിങ്ങൾ പ്യുവർ ആയിട്ടുള്ള ലീഫിൽ നിന്ന് എടുത്തിട്ടുള്ള അലോവേരയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് അറ്റത്തുനിന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അതിൻ്റെ ഏറ്റവും അറ്റത്തുള്ള പോർഷനിൽ ഒരു യെല്ലോ ലിക്വിഡ് വരുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ആ യെല്ലോ ലിക്വിഡ് എന്ന് പറയുന്നത് അലർജി കണ്ടൻറ്റ് ഉള്ള ഒരു ലിക്വിഡാണ്. അപ്പോൾ അത് നന്നായിട്ട് കഴുകിക്കളയണം. ആ ലിക്വിഡ് മുഴുവനായിട്ടും പോവണം. അതിനുശേഷം ഒരു അരമണിക്കൂറൊക്കെ ഇങ്ങനെ കുത്തനെ വെച്ചതിന് ശേഷം നല്ല രീതിയിൽ വെള്ളത്തിൽ ഒരു അരമണിക്കൂറും കൂടി ഒന്ന് കുതിർത്ത് വെക്കുക. കുതിർത്ത് വെക്കുക മീൻസ് ആ അറ്റം ഒന്ന് മുക്കി വെക്കുക ഒരു അരമണിക്കൂറെങ്കിലും. അതിനുശേഷം നിങ്ങൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം ഈ ഒരു അലോവേര യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫ്രഷ് അലോവേര. അപ്പോൾ അല്ലെങ്കിൽ എല്ലാവർക്കും അലർജി ഉണ്ടാവും. ഈ അലർജിക് ആയിട്ടുള്ള സ്പെഷ്യൽ പേഴ്സൺസിന് മാത്രമല്ല, എല്ലാവർക്കും അലർജിക് ആയിരിക്കും അത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾ ഹൈഡ്രോകോർട്ടിസോൺ ക്രീം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവട്ടെ എന്താണെന്നുള്ളത്. അപ്പോൾ ഹൈഡ്രോകോർട്ടിസോൺ ക്രീം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ശരിക്കും അലോവേരയും കൂടി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അലോവേരയിൽ കോർട്ടിസോൺ എന്ന് പറയുന്ന കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി ടുഗെദർ നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോർട്ടിസോണിൻ്റെ അളവ് നമ്മുടെ സ്കിന്ന് അബ്സോർബ് ചെയ്യുന്ന അളവ് കൂടിപ്പോവും. അപ്പോൾ അത് നമുക്ക് വേണ്ട. അങ്ങനെ ഒരുപാട് കോർട്ടിസോണിൻ്റെ അളവ് നമ്മുടെ സ്കിന്നിൽ ആവശ്യമില്ല. സോ അങ്ങനെയുള്ളവർ ഇത് യൂസ് ചെയ്യേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നിങ്ങൾ ആ ക്രീം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാത്രം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അലോവേര ജെൽ മാത്രം യൂസ് ചെയ്യുക. അപ്പം അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അറ്റ് ദ ലാസ്റ്റ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും, ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യും, ഹെയർ ഡാൻഡ്രഫിനെ കളയും, ക്ലീൻ ചെയ്യും എന്നുള്ളതിനൊന്നും യാതൊരു ക്ലിനിക്കൽ എവിഡൻസസും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഒരുപാട് സ്റ്റഡീസൊക്കെ നടന്നു വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഇതുവരെ അധികം എവിഡൻസസ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഹെയർ ഗ്രോത്തിന് ഒരുപാട് ദ ബെസ്റ്റ് എന്ന് പറയാം, നമ്മുടെ മുടിയെ ദ ബെസ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. സ്റ്റഡീസിൽ പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് പ്രാക്ടിക്കലി കാണുന്നുണ്ട്. നമ്മുടെ മുടിയുടെ വ്യത്യാസങ്ങളും മുടിയുടെ വളർച്ചയും ഒക്കെ നമുക്ക് പ്രാക്ടിക്കലി കാണുന്നുണ്ട്. സോ യു ക്യാൻ ഡയറക്റ്റ്ലി യൂസ് അലോവേര ജെൽ. യു ക്യാൻ ഡെഫിനറ്റ്ലി യൂസ്. നിങ്ങളുടെ ഹെയർ കെയർ റുട്ടീനിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉൾപ്പെടുത്താവുന്നതാണ്. എല്ലാവർക്കും വർക്കായിട്ടില്ലെങ്കിലും നോ റിസ്ക് അറ്റ് ഓൾ. നിങ്ങൾക്ക് യാതൊരു റിസ്ക്കും ഇതുണ്ടാക്കുന്നില്ല. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്, ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ ലീവ് ഇറ്റ്, നോട്ട് അറ്റ് ഓൾ എ പ്രോബ്ലം. നിങ്ങളുടെ സ്കിന്നിന് യാതൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അലോവേര ജെല്ലിനെ പറ്റി പറയാനുള്ളത്. ഇനി അലോവേര ജെല്ല് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അലോവേര വെച്ചിട്ടുള്ള ഹെയർ മാസ്കുകൾ, ഹെയർ പാക്കുകൾ ഞാൻ തീർച്ചയായിട്ടും വരും എപ്പിസോഡ്സിലൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. അപ്പോൾ ഇന്നത്തേക്ക് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ.